അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ടുള്ള ടോക്കാണ്. അത് നമുക്കൊക്കെ പരിചിതരായ PN അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് സാഹിബാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം കുവൈത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA-യും MPhil-ഉം ഗ്രാജുവേറ്റഡ് ആണ്. അതുപോലെ ഇസ്ലാമിക് ഫിനാൻസ് എക്സ്പേർട്ട് ട്രെയിനറും കൂടിയാണ്. അതുപോലെ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫിഖ് സുന്ന. അപ്പോൾ അതിലൊരുപാട് സക്കാത്തുമായി ബന്ധപ്പെട്ട് പലർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സക്കാത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് സക്കാത്തിൽ ഒരു എക്സ്പേർട്ട് തന്നെയാണ് നമുക്കിന്ന് നമ്മോട് സംസാരിക്കാൻ കിട്ടിയത്. അൽഹംദുലില്ലാ. അപ്പം വൈകി തുടങ്ങിയതിൽ നിന്ന് ചില സാങ്കേതിക കാരണങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു പാർട്ടിസിപ്പൻസിനോട്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറെ വൈകിപ്പിക്കാതെ തന്നെ സെഷനിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരല്പം വൈകി. ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിരുന്നു, പക്ഷെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ട്രാഫിക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് മിനിറ്റുകൾ വൈകിയത്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം സക്കാത്തുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയുന്നത് പോലെ സക്കാത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ്, വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനവധി തവണ ആവർത്തിക്കുന്ന കാര്യമാണ് വഅഖീമുസ്സലാഹ് വആതുസ്സക്കാത്ത്. വഅഖീമുസ്സലാഹ് വആതുസ്സക്കാത്ത്, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് കൃത്യമായി നൽകുകയും ചെയ്യുകയെന്നുള്ളത്. അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ച വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, പരിശുദ്ധ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിന്മേലാണ്. അതിൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത്, ഒന്ന്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും തന്നെയില്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. അത് അവർ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സ്വലവാതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ 5 നേരത്തെ നമസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് അവർ സ്വീകരിച്ചാൽ ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം സദഖതൻ തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിലെ ധനികരിൽ നിന്ന് സ്വരൂപിച്ച് ദരിദ്രരിലേക്ക് നൽകപ്പെടുന്നതായ ഒരു നിർബന്ധ ദാനധർമ്മം വിശ്വാസികളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതും അവർക്ക് താങ്കൾ അറിയിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു മനുഷ്യൻ സക്കാത്ത് നൽകാതിരുന്നാൽ അയാളുടെ കാര്യം വളരെ അപകടത്തിലാണ്. ഒരു വേള അയാൾ ഇസ്ലാമിന് അകത്താണോ അതല്ല ഇസ്ലാമിന് പുറത്താണോ എന്നതുപോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന അഭിപ്രായ ഭിന്നതയുള്ളൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സക്കാത്ത് കൃത്യമായി അതിന്റെ അവകാശികൾക്ക് നമ്മൾ നൽകണം എന്നുള്ളതാണ്. സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ആതൈതും മിർ റിബൻ ലിയർബുവ ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. അഥവാ ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കണം, ലാഭമുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടുന്ന പലിശ, അത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുകയില്ല. അള്ളാഹുവിന്റെ പക്കൽ അതിൽ നിങ്ങൾക്ക് നേട്ടമില്ല. എന്നാൽ വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്നതായ സക്കാത്ത്, ആ സക്കാത്ത് നിങ്ങൾക്കത് ഇരട്ടിയായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവൻ അതിനെ ഇരട്ടിപ്പിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിന്റെ പ്രതിഫലമാണെങ്കിലും സമ്പത്തിൽ ഉണ്ടാകുന്നതായ ബറക്കത്താണെങ്കിലും എല്ലാം തന്നെ വലിയ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ സക്കാത്ത് നൽകുന്ന വ്യക്തിക്ക്
നൽകുന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അനവധി ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അഥവാ ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരു കാര്യം നൽകുവാൻ തയ്യാറാകുന്നത്, അല്ലാഹു അവനത് ഇരട്ടിയായി തിരികെ നൽകുക തന്നെ ചെയ്യും. റബ്ബിന്റെ മാർഗത്തിൽ നൽകുന്നത് ഒരു കടം നൽകുന്നത് പോലെയാണ്. അള്ളാഹുവിന് നൽകുന്ന കടം അവൻ ഇരട്ടിയായി അത് തിരികെ നൽകുക തന്നെ ചെയ്യുന്നതായിരിക്കും. അത് ഒരു വചനത്തിൽ കാണാം. അതുപോലെ തന്നെ മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അൻബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ ഒരു ധാന്യമണി നടുന്നവനെ പോലെയാണ്. അതിൽ നിന്ന് 70 കതിരുകൾ ഉണ്ടാകുന്നു, ഓരോന്നിലും 100 ധാന്യം വീതം. അങ്ങനെ 7 കതിരുകൾ ഉണ്ടാകുന്നു, ഓരോന്നിലും 100 ധാന്യമണികൾ. അങ്ങനെ 700 ഇരട്ടി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ. 700ലും ഉപരിയായി അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വീണ്ടും വർദ്ധിപ്പിച്ചു നൽകിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വർദ്ധിപ്പിച്ചു നൽകിയേക്കാം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവരും അതിവിശാലമായി നൽകുന്നവനും അത്രേ. അപ്പൊ സക്കാത്ത് ഒരു മനുഷ്യൻ നൽകുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് അയാൾക്കുള്ളത്. സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വളർച്ച, വികാസം, സംസ്കരണം, വിശുദ്ധി തുടങ്ങിയ അർത്ഥങ്ങളാണ് സക്കാത്തിനുള്ളത്. ഒരു മനുഷ്യന്റെ സമ്പത്തിനെ അത് പ്യൂരിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അവന് വലിയ രൂപത്തിലുള്ള വർധനവ്, വളർച്ച, വികാസം അത് നൽകുന്നു എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, സക്കാത്ത് അനുഷ്ഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കത് നേരിട്ട് അനുഭവിച്ചറിയാനും സാധിക്കുന്നതായ ഒരു കാര്യമാണ്. സക്കാത്ത് നൽകുന്നതിലൂടെ ഒരു മനുഷ്യന്റെ സ്വഭാവ വിശുദ്ധി മുതൽ സാമ്പത്തികമായ വിശുദ്ധി വരെ അവന് കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം പാവപ്പെട്ടവന്റെ അവകാശം കൃത്യമായി മനസ്സിലാക്കി അത് ആ പാവപ്പെട്ടവന് നൽകാനുള്ള മനസ്സുള്ള ഒരു മനുഷ്യൻ, അവൻ മറ്റുള്ളവരെ ചതിക്കുകയില്ല, വഞ്ചിക്കുകയില്ല, അനർഹമായി ധനം അപഹരിക്കുകയില്ല, അതുപോലെ തന്നെ അന്യായമായ മാർഗത്തിലൂടെ സമ്പത്തുണ്ടാക്കുകയില്ല. കാരണം അപ്രകാരമൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് കൃത്യമായി അനുഷ്ഠിക്കാനിടയില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹു പാവപ്പെട്ടവന് നിശ്ചയിച്ചതാണ് എന്ന് അതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി ഇബാദത്തെന്നോണം സക്കാത്ത് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ സാമ്പത്തിക ഇടപാടുകളെ പോലും അത് ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിശുക്ക്, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, ഇങ്ങനെ തുടങ്ങിയുള്ള മോശമായ ഒരുപാട് ചിന്തകളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന് സക്കാത്ത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. അതോടൊപ്പം പരസ്പരമുള്ള സ്നേഹം, അനുകമ്പ, ഒരു നാട്ടിലുള്ള സാമ്പത്തികമായ വളർച്ച, ഇതിലൊക്കെ സക്കാത്തിന് വലിയ സ്ഥാനമുണ്ട്. ഫൈനാൻഷ്യലി പറയുകയാണെങ്കിൽ നോൺ പ്രൊഡക്റ്റീവായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലെ വളരെയധികം പ്രയാസത്തിൽ നിൽക്കുന്ന നോൺ പ്രൊഡക്റ്റീവായ ഒരു വിഭാഗത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ധനമുള്ള, ക്യാഷ് ഫ്ലോ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു നിർണിത വിഹിതം ഈ നോൺ പ്രൊഡക്റ്റീവായ ആളുകൾക്ക് നൽകുക വഴി ആ നാട്ടിലെ തന്നെ സാമ്പത്തിക രംഗത്തിനുണ്ടാകുന്ന വളർച്ചയിലൂടെ ഈ ധനികർക്ക് തന്നെയും സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്ന ഒരു രീതിശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞാൽ, സക്കാത്ത് മനസ്സിലാക്കാൻ ഏറെ എളുപ്പമാണ്, പ്രായോഗികമായി നൽകുവാൻ വളരെ എളുപ്പമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സക്കാത്ത് നൽകുന്ന പക്ഷം, കൃത്യമായി അനുഷ്ഠിക്കുന്ന പക്ഷം, അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നും, നമ്മൾ നേരത്തെ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവന്റെ ധനം ഹലാലായിത്തീരുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു മനുഷ്യൻ സക്കാത്ത് കൃത്യമായ അവകാശികൾക്ക് നൽകിയില്ലെങ്കിൽ അവന്റെ മുഴുവൻ സ്വത്തും ഹറാമായിത്തീരും. അവൻ പിന്നെ തൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് അത് ഹലാലായ മാർഗത്തിലാണോ സ്വരൂപിക്കുന്നത്, അധ്വാനിക്കുന്നത് എന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല സക്കാത്ത് കൊടുക്കാത്ത വ്യക്തിയാണെങ്കിൽ. കാരണം അല്ലാതെ തന്നെ അവന്റെ മുഴുവൻ ധനവും ഹറാമായി തീർന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖാലതതി സ്വദഖതു ബിമാലിൻ ഇല്ലാ അഹ്ലകത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സമ്പത്തിൽ പാവപ്പെട്ടവന്റെ, അഗതികളുടെ
പ്രയാസപ്പെടുന്നവന്റെ ഹക്ക്, അവന്റെ അവകാശം നിങ്ങളുടെ ധനത്തിൽ കലർന്നു പോയാൽ മുഴുവൻ ധനത്തെയും അത് ഹറാമാക്കി തീർക്കുമെന്ന്. മാത്രമല്ല, ഒരാളുടെ ധനം ഹറാമായാൽ അവന്റെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ സഅദ് അത്ഇബ് മത്അമക് തകുൻ മുസ്തജാബ ദഅവ. അല്ലയോ സഅദ്, നീ നിന്റെ സമ്പാദ്യം നന്നാക്കിയാൽ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും. അതുപോലെ തന്നെ നമ്മളൊക്കെ സാധാരണ കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസാണ്, ഒരു മനുഷ്യൻ സുദീർഘമായ യാത്ര കഴിഞ്ഞു വരുന്നു, യുത്വീലു സഫർ അശ്അത അഗ്ബറ, തടകുത്തിയ മുടിയുമായി യാത്രക്കാരന്റെ എല്ലാ പ്രയാസങ്ങളും ഉള്ള മനുഷ്യനാണ്. അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. യർഫഉ യദൈഹി ഇലസ്സമാ യമുദ്ദു യദൈഹി ഇലസ്സമാ യഖൂലു യാ റബ്ബ് യാ റബ്ബ്, ആകാശത്തേക്ക് തന്റെ ഇരു കൈകളും ഉയർത്തി യാ റബ്ബ് യാ റബ്ബ് എന്നിങ്ങനെ അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അന്നാ യുസ്തജാബു ലഹ്, അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? മത്അമുഹു മിൻ ഹറാം വമഅകലുഹു മിൻ ഹറാം വമൽബസുഹു മഅകലുഹു മിൻ ഹറാം വമൽബസുഹു മിൻ ഹറാം വമശ്റബുഹു മിൻ ഹറാം. അവൻ തിന്നുന്നതും അവൻ കുടിക്കുന്നതും അവൻ ധരിച്ചിരിക്കുന്നതും എല്ലാം ഹറാമിൽ നിന്നാണ്. ഫഅന്നാ യുസ്തജാബു ലഹ്, അവന് പിന്നെ എങ്ങനെ ഉത്തരം ലഭിക്കുവാനാണ്? ഇതാണ് ഹദീസിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സക്കാത്ത് അനുഷ്ഠിച്ചാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് അനുഷ്ഠിക്കാത്ത പക്ഷം ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പിന്നെ ആഖിറത്തിലേക്ക് അവൻ ചെന്നാൽ الذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم هذا ما كنزتم لأنفسكم فذوقوا العذاب بما كنتم تكنزون. അഥവാ അന്ത്യദിനത്തിൽ ഒരാള് സക്കാത്ത് നൽകാതെ സ്വരൂപിച്ചു വെച്ച ധനം അത് ചൂളക്ക് വെക്കപ്പെടുകയും അതുകൊണ്ട് അവന്റെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും പിൻഭാഗവും ശരീരഭാഗങ്ങൾ ഒന്നടങ്കം ചൂട് വെക്കപ്പെടുകയും നീ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ നിന്റെ ധനം ഇതാണ് എന്ന് അവനോട് പറയപ്പെടുകയും ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ അവന്റെ ധനം രണ്ട് വലിയ, അതാണ് വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض. പിശുക്ക് കാണിച്ച് സക്കാത്ത് കൃത്യമായി നൽകാത്ത ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ നന്മക്ക് വേണ്ടിയുള്ള കാര്യമാണ് എന്നത് കരുതേണ്ടതില്ല. മറിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ ദോഷകരമായ കാര്യമാണ്, ഷർറായ കാര്യമാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. അവരുടെ ആ ധനത്തെ അവർ അണിയിക്കപ്പെടും. ആ അണിയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട് ഉഗ്ര വിഷമുള്ള സർപ്പങ്ങളുടെ രൂപത്തിൽ അവന്റെ സക്കാത്ത് നൽകാത്ത ധനം അവന്റെ കഴുത്തിലൂടെ അണിയിക്കപ്പെടുമെന്നും ആ സർപ്പങ്ങൾ അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയും അനമാലുക വഅന കൻസുക, ഞാൻ നിന്റെ സമ്പാദ്യമാണ്, നീ നിനക്ക് വേണ്ടി എടുത്തു വെച്ച സക്കാത്ത് നൽകാത്ത നിന്റെ സമ്പത്താണ് ഞാൻ എന്ന് ആ സർപ്പങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവ അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിൽ സക്കാത്ത് നൽകാത്ത ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയവേ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതികഠിനമായ ശിക്ഷ പരലോകത്തും ഇനി ദുനിയാവിൽ തന്നെയും അവർക്ക് അനവധി ശിക്ഷ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് മംതനഅ ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ, ഏതെങ്കിലും ഒരു സമൂഹം അവർ സക്കാത്ത് അനുഷ്ഠിക്കാതിരിക്കുന്ന പക്ഷം അല്ലാഹു ആകാശത്ത് നിന്ന് ഉപകാരപ്രദമായ മഴയെ അവർക്ക് തടയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. നൽകാത്ത ആളുകൾക്ക് അവർ ദുനിയാവിൽ അവരുടെ സമ്പത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ആ സമ്പത്ത് മുഴുവനും ഹറാമായി മാറുന്നു. അതുപോലെ സക്കാത്ത് അനുഷ്ഠിക്കാത്തവർക്ക് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകാവുന്ന എന്തെല്ലാം ശിക്ഷകളുണ്ടോ അത് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുവാൻ അവർ കാരണക്കാരായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ സക്കാത്ത് അനുഷ്ഠിക്കുക എന്ന ബാധ്യതയെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടുക, അത് നൽകുക. ഇത് ഒരു മുഅ്മിനായ
മനുഷ്യന്റെ ബാധ്യതയാണ്. ആർക്കാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്? മുസ്ലിമായ, സ്വതന്ത്രനായ, തന്റെ കൈവശം നിസാബുള്ള, അത് തന്റെ ഉടമസ്ഥതയിൽ സ്ഥിരപ്പെടുന്ന, ഒരു ഹിജറ വർഷക്കാലം ഹൗൽ പൂർത്തിയാകുന്ന മുഴുവൻ ആളുകൾക്കും സക്കാത്ത് ബാധകമാണ്. ഗ്രാംസ് പ്യൂർ ഗോൾഡിന്റെ നിസാബ് എന്ന് പറയുന്നത് 85 ഗ്രാംസ് ആണ്. അതേപോലെ തന്നെ വെള്ളിയുടെ നിസാബ് എന്ന് പറയുന്നത് 595 ഗ്രാമാണ്. 595 ഗ്രാം. കറൻസി ആണെങ്കിൽ അതിനെ സ്വർണവുമായോ വെള്ളിയുമായോ താരതമ്യം ചെയ്യാം. ഏതുമായി താരതമ്യം ചെയ്യുമ്പോഴാണോ ആദ്യം നിസാബ് എത്തുന്നത് അതാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വെള്ളിക്ക് വില കുറവായതുകൊണ്ട് വെള്ളിയുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിസാബുണ്ട്. നമ്മുടെ നാട്ടിലെ കണക്ക് പറയുകയാണെങ്കിൽ അറൌണ്ട് 40,000 സംതിങ് ഉണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ ഈ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി ഉണ്ട് എന്നർത്ഥം. ഒരാളുടെ കയ്യിൽ 595 ഗ്രാം 595 ഗ്രാം സിൽവറിന് തത്തുല്യമായ കറൻസി ഉണ്ട് എങ്കിൽ അയാളുടെ കയ്യിൽ നിസാബുണ്ട്. ഓരോ ഹിജ്റ വർഷക്കാലം തികയുമ്പോഴും തന്റെ കയ്യിലുള്ള ധനത്തിന് സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുക? ലളിതമായി എളുപ്പത്തിൽ നമുക്ക് പറയാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ബേസിക് ബാലൻസ് ആയി നിസാബ് ഉണ്ടെങ്കിൽ അയാളുടെ ഹൗൽ ആരംഭിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് മുഹറം 1-ാം തീയതിയാണ് ഒരാളുടെ കയ്യിൽ നിസാബ് വന്നത് എങ്കിൽ അയാളുടെ ഹൗല് അന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി റമദാൻ 1-നാണ് ഒരാളുടെ കയ്യിൽ നിസാബ് വന്നതെങ്കിൽ അന്ന് മുതൽ അയാളുടെ ഹൗല് ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ നിലക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യിലേക്ക് വരുന്ന സക്കാത്ത്, ആ സക്കാത്തിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളുടെ കയ്യിലേക്ക് വരുന്ന നമ്മളുടെ നിസാബ് കൈവശമുള്ള ഒരാളുടെ കയ്യിൽ അയാളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ട് എന്ന് കരുതുക. അതല്ലെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു സക്കാത്ത് അക്കൗണ്ട് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അയാളുടെ സാലറി ആ പാത്രത്തിലേക്ക് വീഴുന്നു. അയാൾക്ക് റെന്റ് വഴി ലഭിക്കുന്നത് ആ പാത്രത്തിലേക്ക് വീഴുന്നു. അയാൾക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നത് അതിലേക്ക് വീഴുന്നു. പ്രോഫിറ്റ് ലഭിക്കുന്നത് അതിലേക്ക് വീഴുന്നു. ബാക്കി എന്തെല്ലാം തുകകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഈ പാത്രത്തിലേക്ക് വീഴുന്നു എന്ന് സങ്കല്പിക്കാം. സ്വാഭാവികമായും അദ്ദേഹം അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കളുടെ ചെലവിന്, അദ്ദേഹത്തിന്റെ ചെലവിന്, കുടുംബത്തിന്റെ ചെലവിന്, മറ്റുള്ള ആവശ്യങ്ങൾക്ക്, ദാനധർമ്മങ്ങളായി, മറ്റുള്ള കാര്യങ്ങളായി അദ്ദേഹം അതിൽ നിന്ന് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം എത്ര ഉണ്ട്, ടോട്ടൽ എത്രയാണോ ഉള്ളത്, ആ ടോട്ടൽ എമൗണ്ടിന്റെ 2.5 നൽകിയാൽ സക്കാത്ത് വിടുന്നതാണ്. ആ വർഷത്തെ സക്കാത്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നിസാബ് കൈവശമുള്ള ഒരാളുടെ കയ്യിലേക്ക് 1 രൂപ വന്നാലും ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുമ്പോൾ ആ 1 രൂപക്ക് സക്കാത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാം, നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ഓരോ തുകയുടെയും ഡേറ്റ് വേറെ വേറെ എഴുതി വെക്കാറില്ല. നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ഓരോ തുകയുടെയും ഡേറ്റ് നമ്മൾ വേറെ വേറെ എഴുതി വെക്കാറില്ല. എല്ലാം ഒരു അക്കൗണ്ടിലേക്ക് വരുന്നു, അതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലേക്ക് സക്കാത്ത് ബാധകമാകുന്ന നിസാബുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ കയ്യിലേക്ക് വരുന്ന എല്ലാ തുകയും ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് വീഴുന്നതായി സങ്കല്പിക്കും. ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുമ്പോൾ തന്റെ സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് വരുമ്പോൾ കയ്യിലുള്ളത് മുഴുവനും കൂട്ടുക. സ്വാഭാവികമായി അതിൽ ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയായതുണ്ടാവും, ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകാത്തതുണ്ടാവും. ഹിജ്റ വർഷക്കാലം പൂർത്തിയായതിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകാത്തതിന് നേരത്തെ കൊടുക്കൽ അനുവദനീയവുമാണ്. ഈ പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ സക്കാത്ത് കൊടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് അയാൾ വേറെ വേറെ എഴുതി വെക്കുക. സെപ്റ്റംബറിൽ കിട്ടിയ സാലറി അയാൾ വേറെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നു. ഒക്ടോബറിൽ കിട്ടിയ സാലറി അയാൾ വേറെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നു. അതിന് വേറെ ഡേറ്റ് എഴുതി വെക്കുന്നു. അതിൽ നിന്ന് ഓരോന്നിന്നും ചെലവാക്കുന്ന തുക വേറെ വേറെ അയാൾ എഴുതി വെക്കുന്നു.
എങ്കിൽ അയാൾക്ക് ഒരു വർഷം തികയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ വേറെ കണക്ക് കൂട്ടാൻ പറ്റും. മാത്രമല്ല ഓരോന്നിനും എപ്പോഴാണ് ഹിജ്റ വർഷം തികയുന്നത് എന്നത് കണക്കാക്കാൻ പറ്റും. പക്ഷെ അത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിസാബ് കൈവശമുള്ള ഒരാളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ടെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അയാളുടെ കയ്യിലേക്ക് വരുന്ന മുഴുവൻ ധനവും ആ അക്കൗണ്ടിലാണ് എന്ന് സങ്കല്പിക്കുക. അയാൾ ഒരു ഹിജ്റ വർഷക്കാലം തന്റെ ബേസിക് ബാലൻസ് അല്ലെങ്കിൽ ബേസിക് നിസാബിന് എപ്പോഴാണ് ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുന്നത്, ആ പൂർത്തിയാകുന്ന വേളയിൽ അയാൾ ടോട്ടൽ കയ്യിൽ എത്ര ഉണ്ടോ കണക്ക് കൂട്ടി 2.5 കൊടുക്കണം. നെക്സ്റ്റ് ഇയർ അയാൾ അതേ സമയം വരുമ്പോൾ വീണ്ടും കണക്ക് കൂട്ടും. ഇതാണ് സക്കാത്ത് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രായോഗിക രീതി. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് റമദാൻ 21, നമ്മൾ റമദാൻ 21-ന് സക്കാത്ത് കണക്ക് കൂട്ടാനിരിക്കാന്ന് വിചാരിക്കും. നമ്മൾ സക്കാത്ത് കണക്ക് കൂട്ടാനിരിക്കുകയാണെങ്കിൽ ടോട്ടൽ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര ഉണ്ട്, നമ്മളുടെ കൈവശം എത്ര തുക ഉണ്ട്, ടോട്ടൽ ക്യാഷ് ഇൻ അക്കൗണ്ട് നമ്മളുടെ കൈവശമുള്ള തുക, ടോട്ടൽ ക്യാഷ് ഇൻ അക്കൗണ്ട് നമ്മളുടെ എവിടെ വിദേശത്താണെങ്കിൽ അവിടെ, നാട്ടിലാണെങ്കിൽ അവിടെ ടോട്ടൽ എത്ര ഉണ്ട് നമ്മളുടെ കയ്യിൽ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ വല്ല മെർച്ചൻഡൈസ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ, കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ മൂല്യം എത്രയാണ്, ഇപ്പോഴത്തെ വില എത്രയാണ്, അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ ടോട്ടൽ എത്രയുണ്ടോ അതിന്റെ 2.5 നമ്മൾ കൊടുക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പൊ ഇന്ന് എല്ലാവരുടെയും മൊബൈലിൽ തന്നെ കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ നേരെ 2.5% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് 2.5 കിട്ടും. ഇല്ലെങ്കിൽ 40 കൊണ്ട്, ഏത് സംഖ്യയെയും 40 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ, 40 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 2.5 കണ്ടെത്താവുന്നതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്രയുണ്ടോ തുക അതിന്റെ 2.5 കൊടുത്താൽ നമ്മുടെ സക്കാത്ത് കഴിഞ്ഞു. സ്വാഭാവികമായും നിസാബ് എത്തുന്നതായ ഗോൾഡോ അതേപോലെ തന്നെ സിൽവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിന്റെ കൂടെ പരിഗണിക്കേണ്ടതായ കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സക്കാത്ത് കൃത്യമായി വീഴ്ചയില്ലാതെ നമ്മൾ അനുഷ്ഠിക്കണം. ഇതിന്റെ കൂടെ പലപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാവുക, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തത് സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ അവിടെയുള്ള അസറ്റ്സിന് സക്കാത്ത് ബാധകമല്ല, ക്യാഷിന് സക്കാത്ത് ബാധകമാണ്. അപ്പൊ നമുക്ക് അസറ്റ്സ് എത്ര ക്യാഷ് എത്ര എന്നുള്ളതൊന്നും നമുക്ക് വേർതിരിച്ചറിയില്ല എങ്കിൽ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ബിസിനസ്സിലാണ് നിക്ഷേപമുള്ളത് എങ്കിൽ സ്വാഭാവികമായും അവിടെ സ്റ്റോക്ക് വരും. അതുപോലെ തന്നെ അയാളുടെ ക്യാഷിനും സ്റ്റോക്കിനും സക്കാത്ത് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും. അപ്പൊ ആ സ്റ്റോക്കിന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ അദ്ദേഹം വിൽക്കുന്ന നിലവിലുള്ള വില എത്രയാണോ ആ വിലക്ക് അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കും. അപ്പൊ ഒരു ഷോപ്പുള്ള ഒരാളാണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് പ്ലസ് മെർച്ചൻഡൈസ് ഇൻവെന്ററി അല്ലെങ്കിൽ അയാളുടെ ടോട്ടൽ സ്റ്റോക്ക് അയാൾ എടുക്കണം. ആ സ്റ്റോക്കിന്റെ പർച്ചേസ് വാല്യൂ പ്ലസ് അയാളുടെ ആവറേജ് പ്രോഫിറ്റ് അയാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ സക്കാത്ത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അയാൾക്ക് വല്ല ഡെഡ് സ്റ്റോക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. പിന്നെ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന സംശയം, എന്റെ കടവുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് ഞാൻ എന്ത് ചെയ്യും, കുറെ പൈസ കിട്ടാനുണ്ട്, കുറെ പൈസ കൊടുക്കാനുണ്ട്. നമുക്ക് കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ സക്കാത്ത് കാൽക്കുലേഷനിൽ ഒരു ബന്ധവും അതുമായി ഇല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. സക്കാത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കടത്തിന് യാതൊരു ബന്ധവും ഇല്ല. അത് നിങ്ങൾ കൊടുക്കാനുള്ളതാണെങ്കിലും നിങ്ങൾ കിട്ടാനുള്ളതാണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ചതാണ്. എങ്കിലും ക്വസ്റ്റ്യൻ ആൻസറിന്റെ സമയത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൂടുതൽ വിശദീകരിച്ച് പറയാവുന്നതാണ്. ഏതായാലും അത് നൽകേണ്ടതിൽ ഒരുപാട് തെളിവുകൾ അതിന് ഉണ്ട് താനും. അതുപോലെ തന്നെ ഒരാളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ 85 ഗ്രാംസ് ഓർ എബോ വരുന്ന ഗോൾഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ആ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം. ടോട്ടൽ സ്വർണത്തിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. കാരണം സ്വർണത്തെയും വെള്ളിയെയും നമ്മളുടെ കൈവശമുള്ള കറൻസിയെ ഏത് രൂപത്തിലാണോ ശറഅ കാണുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് പിന്നെ സക്കാത്തിന്റെ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും ശരീഅത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനം കറൻസിയെ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും അത് സ്വർണം വെള്ളി എന്ന അവസ്ഥയിലാണെങ്കിൽ അതിന് സക്കാത്ത് ബാധകമായി തീരും. വല്ലാഹു തആല അഅലം. ഇനി ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാം, ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്. മാഷാ അല്ലാഹ്.
താങ്ക് യു ഫോർ ദിസ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത്, നമുക്ക് ഈ അനന്തരാവകാശ സ്വത്ത് കിട്ടുമ്പോഴേ അത് അതിന്റെ സക്കാത്ത് ആ സ്വത്ത് കിട്ടുന്ന സമയത്താണ് അത് വിൽക്കുകയും അത് വിറ്റിട്ട് ആ വിറ്റ ഉടനെ തന്നെയുള്ള കാശിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അതോ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, ഞാൻ പെട്ടെന്ന് പറയാം. അതായത് അനന്തരാവകാശ സ്വത്ത് കിട്ടി. ഈ കിട്ടുന്ന സ്വത്ത് ഒന്ന് അത് ക്യാഷ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് രൂപം ചെയ്യാം. ഒന്നുകിൽ അനന്തരാവകാശം കിട്ടിയ ക്യാഷിനെ നമ്മൾ സെപ്പറേറ്റ്, അത് എപ്പോഴാണോ കിട്ടിയത് ആ ഡേറ്റ്, ഹിജറ വർഷത്തിലെ ആ ഡേറ്റ് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് സെപ്പറേറ്റ് കീപ്പ് ചെയ്യാം. ഒരു ഹിജറ വർഷക്കാലം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ക്യാഷിനെ നിലവിൽ നമുക്കുള്ള സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ഉണ്ട്, നമ്മളുടെ ധനത്തിന്റെ കൈവശമുള്ള പണത്തിന്റെ സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയമുണ്ട്. ആ സമയത്ത് അതിന്റെ കൂടെ തന്നെ കൂട്ടിയിട്ട് നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ സക്കാത്ത് പരിഗണിക്കാവുന്നതാണ്. പിന്നെ അത് ഈ ക്യാഷ് അല്ലാത്ത മറ്റു വസ്തുവകകളാണെങ്കിൽ അത് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് സക്കാത്ത് ബാധകമാവുള്ളൂ. അനന്തരാവകാശം കിട്ടി എന്നതുകൊണ്ട് സക്കാത്ത് ബാധകമാവില്ല. ഇപ്പൊ ഒരാൾക്ക് കുറച്ച് സ്ഥലം കിട്ടി, അല്ലെങ്കിൽ വീട് കിട്ടി, അല്ലെങ്കിൽ ഒരു ഷോപ്പ് കിട്ടി, അനന്തരാവകാശമായിട്ട് അയാൾക്ക് കിട്ടിയത് അസെറ്റ്സ് ആണെങ്കിൽ ആ അസെറ്റ്സ് അയാൾ വിൽക്കാൻ ഉദ്ദേശിച്ചാൽ അവിടെ അതിന്റെ ഹൗല് സ്റ്റാർട്ട് ചെയ്തു. അയാൾക്ക് വേണമെങ്കിൽ അതിനെ തന്റെ നിലവിലുള്ള ക്യാഷിന്റെ അതേ ഹൗലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരേ സമയത്ത് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം, മോർ പ്രാക്ടിക്കൽ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് അതിനെന്ത് ചെയ്യാം, അതിന് ഒരു ഹൗല് അദ്ദേഹത്തിന് എഴുതി വെക്കുകയും എപ്പോഴാണോ അദ്ദേഹം അത് വിൽക്കാൻ വേണ്ടി വെക്കുകയും ചെയ്തത് അന്ന് മുതൽ അതിന്റെ ഹൗല് ആരംഭിക്കും. ഒരു ഹിജറ വർഷക്കാലം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്യാഷ് കച്ചവട വസ്തുവോ കച്ചവട വസ്തു ക്യാഷ് ആയോ മാറിക്കഴിഞ്ഞാൽ അതൊരിക്കലും അതിന്റെ ഹൗല് ബ്രേക്ക് ആവുകയില്ല, ഹൗല് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അതിന്റെ കാൽക്കുലേഷൻ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അതിന്റെ കാൽക്കുലേഷൻ വരും. ഇനി നമുക്ക് നമ്മളുടെ ഓൺ യൂസിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ ആ സ്വത്ത് നിലനിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നു, കച്ചവടം ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഭൂമിയോ വീടോ അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പോ ബിൽഡിങ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് സക്കാത്ത് ബാധകമാകുകയില്ല. കറൻസി ആണെങ്കിൽ ബാധകമാവും, ഗോൾഡോ സിൽവറോ ആണെങ്കിൽ അതിനും ബാധകമാവും. രണ്ടാമത്തെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, നമ്മളൊരു ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും എന്നാൽ നമ്മൾ ആ ബിസിനസിന്റെ പാർട്ട്ണർ അല്ല, പക്ഷെ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ സക്കാത്ത് ആ പ്രോഫിറ്റിന്റെ മാത്രമായിരിക്കും അതോ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ കൂടെ ആയിരിക്കും? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റിന് മാത്രമല്ല സക്കാത്ത്. അവിടെ ആ ബിസിനസ് ഒന്നുകിൽ സർവീസ് ഓറിയന്റഡ് ആവും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആവും. രണ്ടാണെങ്കിലും ആ ബിസിനസ്സിൽ അവിടെയുള്ള ക്യാഷ്, അതേപോലെ തന്നെ മെർച്ചൻഡൈസ് ഇൻവെന്ററി പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനും സക്കാത്ത് ബാധകമാവും. അപ്പൊ നമുക്ക് എത്രയാണ് സക്കാത്ത് ബാധകമാകുന്ന തുക, ബാധകമല്ലാത്ത അസെറ്റ്സ് എന്തൊക്കെയാണ് എന്നത് വേർതിരിച്ച് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ എത്രയാണോ അവിടെ സക്കാത്ത് ബാധകമാകുന്ന തുകയുള്ളത് അതിൽ എത്രയാണോ നമ്മളുടെ ഷെയർ അത് നമ്മൾ കൊടുത്താൽ മതി. പിന്നെ സംരംഭകരാണെങ്കിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ കമ്പനി സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. കമ്പനി ഒരു കമ്പനിക്ക് ഒരു വെർച്വൽ പേഴ്സണാലിറ്റി നമുക്ക് പറയാം, ഒരു എൻറ്റിറ്റിയാണ്. അവർക്ക് ഒരു വ്യക്തിത്വം ഉണ്ട്, കമ്പനിക്ക് ഒരു വ്യക്തിത്വം, ഷറാല് കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി അതിന്റെ സക്കാത്ത് കമ്പനി തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംരംഭകരാണെങ്കിൽ നമ്മൾ ആ കമ്പനി സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ പാർട്ട്നേഴ്സിനും എത്രയാണോ അവരുടെ സക്കാത്ത് എന്നുള്ളത് അവർക്ക് അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി തന്നെ അത് അവകാശികൾക്ക് പേ ചെയ്യുക. അത് പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ പാർട്ട്നേഴ്സിനെ അറിയിക്കുക. ഇതൊക്കെയാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു നിക്ഷേപമാണെങ്കിലും അസെറ്റ്സിന് സക്കാത്ത് ബാധകമല്ല, പക്ഷെ ക്യാഷോ പ്രൊഡക്ട്സോ ആണെങ്കിൽ അതിന് സക്കാത്ത് ബാധകമായിരിക്കും. അപ്പോ അത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുകയില്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. നിസാബിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, സ്വർണത്തിന്റെ വെള്ളിയുടെ കേസിൽ അതില് ഇപ്പൊ ഏറ്റവും ആദ്യം നിസാബ് എത്തുന്നതിനായിരിക്കും സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് സൂചിപ്പിച്ചല്ലേ? അത് സ്ഥലങ്ങളെ ബാധിക്കും എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനല്ല.
സ്വർണത്തിന് നിസാബുണ്ട്, വെള്ളിക്ക് വെള്ളിന് നിസാബുണ്ട്. കറൻസിയുടെ നിസാബിനെ നമ്മൾ സ്വർണ്ണമായിട്ട് കമ്പയർ ചെയ്യോ വെള്ളിയായിട്ട് കമ്പയർ ചെയ്യോ, രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് വരും. അതായത് 85 ഗ്രാം ഗോൾഡിന് തത്തുല്യമായ കറൻസി എന്ന് പറയുമ്പോൾ ഏകദേശം 2 lakhs മുകളിൽ വരും. അതേ സ്ഥാനത്ത് 2 lakhs മുകളിലല്ല, ചിലപ്പോൾ അതിലും കൂടുതൽ വരും. അപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ 595 ഗ്രാം വെള്ളി എന്നതിനാണ് നിസാബായി പരിഗണിക്കുന്നതെങ്കിൽ അറൌണ്ട് 40,000 സംതിങ് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കറൻസിയെ കമ്പയർ ചെയ്യുന്നിടത്താണ് ഞാൻ പറഞ്ഞത് രണ്ടിന്റെയും നിസാബിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കുക, ഏതാണോ ആദ്യം എത്തുന്നത് അത് എടുക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വർണം ഉപയോഗിച്ചിടത്തും വെള്ളി ഉപയോഗിച്ചിടത്തും ഒരുപോലെ നമ്മൾ ഇന്നത്തെ ഫിയറ്റ് കറൻസീസ് ആണ്. ഈ ഫിയറ്റ് കറൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടും ഉപയോഗിച്ചിടത്തും ഒരുപോലെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും രേഖപ്പെടുത്തിയ പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത് വെള്ളിയുമായി താരതമ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോ പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. നമ്മൾ വെള്ളിയായിട്ടാണ് കറൻസി കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ. അടുത്ത ചോദ്യം, സക്കാത്ത് നൽകുന്നത് ഇൻകത്തിനാണോ സേവിങ്സിനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സേവിങ്സിനാണെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷിയുടെ കാര്യത്തിൽ മാത്രം കൊയ്ത്തനുസരിച്ച് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത്? ചോദിക്കാനുള്ള കാരണം കൃഷിയുടെ കാര്യത്തിൽ ഇൻകമാണ്, രണ്ടും വ്യത്യാസമാണ്. കൃഷി വേറെയാണ്. അതേപോലെ ഒന്ന്, കൃഷിക്ക് എല്ലാ വർഷവും സക്കാത്ത് ഉണ്ടോ ഇതന്നെ ചോദിച്ചാൽ പോരെ. കൃഷിക്ക് വൺസ് ആണ്. കൃഷിയുടെ സക്കാത്ത് എന്ന് പറയുന്നത് അത് പിന്നെ ആ കൃഷി കൊയ്തെടുക്കുന്ന സമയത്ത് ഒരാള് അയാളുടെ ആ ക്രോപ്പ് അയാള് ഒരു 5 വർഷത്തേക്ക് അയാള് കീപ്പ് ചെയ്യാൻ വിചാരിക്കുക, സ്റ്റോർ ചെയ്യാൻ വിചാരിക്കുക. ആ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓരോ വർഷം വേറെ വേറെ സക്കാത്ത് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അയാള് അറ്റ് എ ടൈം ഉള്ള ഒരു സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ സക്കാത്ത് അവിടെ വീടി കഴിഞ്ഞു കൃഷിയുടെ. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് സെൽ ഔട്ട് ചെയ്ത് ക്യാഷ് ആയി വരുമ്പോഴാണ് പിന്നെ അതിനും മറ്റുള്ള രൂപത്തിലുള്ള സക്കാത്തുകൾ ബാധകമായി വരുന്നത്. അല്ലെങ്കിൽ അതിനെ പിന്നെ വിൽക്കപ്പെടുന്ന രൂപത്തിലുള്ള മറ്റു പ്രൊഡക്ട്സ് ആക്കി മാറ്റി കഴിയുമ്പോഴാണ് പിന്നീട് മറ്റു സക്കാത്ത് അതിന് ബാധകമാവുന്നത്. അപ്പം ക്യാഷിന്റെ സക്കാത്ത് എന്ന് പറയുന്നത് എവ്രി ഇയർ ബാധകമാവുന്നതാണ്. രണ്ടും തമ്മിൽ അവിടെ തന്നെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് അത് പുതുതായി മാർക്കറ്റിലേക്ക് വന്നൊരു സാധനമാണ് അല്ലെ. അതായത് എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു സംഗതി. ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിലേക്ക് പുതുതായി വന്ന പടച്ചോന് നമുക്ക് ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ച് തന്ന പുതിയൊരു സാധനമാണ്. നേരെ മറിച്ചിട്ട് ക്യാഷ് എന്ന് പറയുന്നത് അത് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്ന സംഗതിയാണ്. അത് പോകുന്നതിനനുസരിച്ച് അതിന്റെ പുറകെ അതിന്റെ സക്കാത്തും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പൊ ഒട്ടകത്തിന്റെ സക്കാത്ത് 5 ഒട്ടകം തികയുമ്പോൾ അതിൽ നിന്ന് ഒരു ആടിനെയാണ് അവിടെ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. 4 ഒട്ടകമുള്ള മനുഷ്യന് സക്കാത്ത് ഇല്ല. ഓക്കെ, ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം 9 ഒട്ടകമുള്ള ആളും 5 ഒട്ടകമുള്ള ആളും ഒരാടിനെ സക്കാത്ത് കൊടുക്കേണ്ടത്. 10ാമത്തെ ഒട്ടകം തികയുമ്പോഴാണ് 2 ആടായി മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ എങ്ങനെ 9 ഒട്ടകമുള്ള ആളും? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നിനും ഓരോ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൃഷിക്ക് കൃഷിയുടേതായ സക്കാത്ത് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന്, ഇവിടെ മാർക്കറ്റിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പണം ഓരോരുത്തരുടെ കയ്യിലേക്ക് മാറി മാറി എത്തിക്കൊണ്ടിരിക്കുന്നു. എവറി ഇയർ ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന്റെ സക്കാത്ത് ബാധകമായി കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി എന്നുള്ളത് അങ്ങനെയല്ല, പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഫൈനാൻഷ്യൽ വെൽത്തിലേക്ക് പുതിയതായിട്ട് ആഡ് ആയ ഒരു സംഗതിയാണ്. അത് ആഡ് ആകുന്ന സമയത്ത് മഴ മൂലം ലഭിച്ച് നമ്മൾ വെള്ളം നനച്ചുണ്ടാക്കിയതല്ലാത്ത കൃഷിയാണെങ്കിൽ അവിടെ നമുക്ക് 10%, അതല്ല നമ്മൾ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ 5% ആണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അത് പിന്നെ ഓൺലി വൺസ് ആണ് കൃഷിയുടെ സക്കാത്ത്. എന്നാൽ ക്യാഷിന്റെ സക്കാത്ത് ഇറ്റ് റിപ്പീറ്റ്സ് എവറി ഇയർ. കടത്തിന്റെ മുകളിൽ വീണ്ടും 1-2 ചോദ്യങ്ങൾ സിമിലർ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അതായത് കൊടുത്ത ലോൺ, ഒരു റിലേറ്റീവിന് ലോൺ കൊടുത്തിട്ടുണ്ട്, അത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്, അപ്പൊ അതിനൊക്കെ സക്കാത്ത്. നമ്മള് ഒരാൾക്ക് കടം കൊടുത്താൽ ഓക്കെ, ഈ കടം കൊടുത്ത തുക നമുക്കൊരിക്കലും ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഒരാൾക്ക് പണം കടമായി നൽകിയാൽ അതിന്റെ പരിപൂർണമായ ഉടമസ്ഥത അയാൾക്കാണ്. എന്ന് പറഞ്ഞാൽ ആ പണം ക്രയവിക്രയം ചെയ്യാനും ആ പണത്തെ വിനിയോഗിക്കാനും ഉപയോഗപ്പെടുത്താം. അയാൾക്ക് വേണമെങ്കിൽ സ്വതക്ക കൊടുക്കാം, അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാം,
അയാൾക്ക് വേണമെങ്കിൽ ആ പണം വെറുതെ വീട്ടിൽ വെക്കാം, അല്ലെ? അയാൾ തീരുമാനിക്കുന്നു. നമ്മൾ ഒരാൾക്ക് കടം നൽകി കഴിഞ്ഞാൽ അതിന്റെ സമ്പൂർണമായ ഉടമസ്ഥത അയാൾക്കായി മാറി. ഓക്കെ, അപ്പൊ ആരാണോ ഒരു പണത്തിന്റെ ധനത്തിന് ഉടമസ്ഥൻ അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധനകളിൽ എല്ലാവർക്കും ഏകാഭിപ്രായമുള്ള ഒരു നിബന്ധനയാണ് അൽമിൽ കുത്താം, സമ്പൂർണമായ ഉടമസ്ഥത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കടത്തിന്റെ സമ്പൂർണമായ ഉടമസ്ഥത എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് ആ പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കായി. അപ്പൊ അയാളുടെ കയ്യിൽ സക്കാത്ത് ബാധകമാകുന്ന അവസ്ഥയിൽ ആ പണം ഉണ്ടെങ്കിൽ അതിനൊരു ഹിജ്റ വർഷക്കാലം പൂർത്തിയായാൽ അയാളുടെ മേൽ സക്കാത്ത് ബാധകമാവും. എന്നാൽ നൽകിയ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാനുള്ള പണമാണ്, എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ കൊടുക്കണമെന്ന് അഭിപ്രായമുള്ള അനവധി പണ്ഡിതന്മാരുണ്ട്, പ്രശസ്തരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ തന്നെയുണ്ട്. പക്ഷേ ആ അഭിപ്രായം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഉറപ്പുള്ള കടത്തിന് ഞാൻ കൊടുക്കണം, അതുപോലെ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലുള്ള പണത്തിന് അയാളും കൊടുക്കണം. ഒരേ പണത്തിന് 2 സക്കാത്ത് വരും. അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇസ്തുനിയ ഫി സ്വദഖ. നമ്മൾ ഡബിൾ ടാക്സേഷൻ വരൂല, ഒരേ തുകക്ക് 2 ടാക്സ് എന്നുള്ള ഒരു അവസ്ഥ വരാത്തത് പോലെ തന്നെ ഒരേ പണത്തിന് 2 സക്കാത്ത് എന്നുള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്, അതുണ്ടാകുകയില്ല. അപ്പം ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കടമായി നൽകിയ തുകക്ക് അത് ആരുടെ കയ്യിലാണോ സക്കാത്ത് ബാധകമാകുന്ന അവസ്ഥയിലുള്ളത് അവർക്കാണ് അതിന്റെ സക്കാത്ത് ബാധകമായി തീരുക. ഇനി അതിൽ വേറൊന്നും കൂടെ, സക്കാത്ത് എന്ന് പറയുന്നത് അത് ഇബാദത്തുൻ മാലിയ, സമ്പത്തിന് ബാധകമാകുന്ന ഒരു ആരാധനയാണ്, സാമ്പത്തികമായ ഒരു ആരാധനയാണ്. അത് ബാധകമാകുന്നത് സമ്പത്തിനാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വലിയ സമ്പത്ത് ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സമ്പത്തിൽ സക്കാത്ത് ബാധകമാകും. ആ കുട്ടിയുടെ ഗാർഡിയൻ ആരാണോ, രക്ഷാകർത്താവ് ആരാണോ, അവരെന്ത് ചെയ്യണം, അവരതിന്റെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അവിടെ കുട്ടിയാണ് എന്ന് നമ്മൾ പരിഗണിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമ്പത്തിനാണ് സക്കാത്ത് ബാധകമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സക്കാത്തു തത്ബഉൽ മാൽ, ആ പണം എങ്ങോട്ട് പോകുന്നോ അതിന്റെ കൂടെ അതിന്റെ സക്കാത്ത് പോകും. ഇത് അക്കൗണ്ടൻസിയിലും വളരെ പ്രോപ്പറാണ്. നമുക്കറിയാലോ ഒരു തുക എങ്ങോട്ടാ പോകുന്നത് അതിന്റെ ടാക്സേഷൻ എന്ന് പറയാൻ അതിന്റെ കൂടെ പോകും. എന്ന പോലെ സക്കാത്ത് ആ പണം എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതിന്റെ കൂടെ അതിന്റെ സക്കാത്ത് സഞ്ചരിക്കും. അപ്പൊ ഈ പറഞ്ഞ അഭിപ്രായം പ്രമാണമുള്ളതാണ്, അതേപോലെ തന്നെ ലോജിക്കലാണ്, നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ ഏറ്റവും പ്രാക്ടിക്കലാണ്. മാത്രമല്ല ഇനി നമ്മൾ നൽകിയ കടത്തിനും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ആപേക്ഷികമായ കാര്യമല്ലേ. എനിക്ക് ഈ വർഷം ചിലപ്പോൾ തിരികെ കിട്ടുന്ന ഉറപ്പുള്ള ആളുടെ തന്നെ ചിലപ്പോൾ എനിക്ക് അടുത്ത വർഷം അയാളുടെ അവസ്ഥ മാറാം, തിരികെ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകാം. മാത്രമല്ല ഞാൻ ഒരാളെ പണം കൊടുത്ത് സഹായിക്കുക എന്ന് പറയുന്നത് യാതൊരു പലിശയോ മറ്റു നേട്ടങ്ങളോ ഇല്ലാതെ ഖർദു ഹസൻ, ഞാൻ നല്ല കടം നൽകിക്കൊണ്ട് സഹായിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഞാൻ കടം കൊടുത്ത് സഹായിക്കുന്നതിന് പുറമെ ആ കടം കൊടുത്ത് എന്റെ കയ്യിൽ നിന്ന് നൽകി അയാളുടെ കയ്യിലേക്ക് പോയ ആ തുകക്ക് എവറി ഇയർ ഞാൻ അതിന്റെ സക്കാത്ത് കൂടി പേ ചെയ്യണം എന്ന് പറയുന്നത് ശറഈയായ നിലയ്ക്ക് നമുക്ക് ഇതിന്റെ മഖാസിദു ശരിയ വെച്ച് നോക്കുമ്പോൾ ശറഈയായ നിയമങ്ങളുടെ നിയമങ്ങളുടെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കിയാൽ നമുക്ക് അതും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ചില ആളുകൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പിന്നെ ഈ സക്കാത്ത് ബാധകമാവുന്ന ടൈം വരുമ്പോൾ കുറച്ച് പൈസ വേറൊരാൾക്ക് കടം കൊടുക്കുക, എന്നിട്ട് ആ ടൈം കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വാങ്ങുക, അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സക്കാത്ത് കൊടുക്കാത്ത ആൾക്ക് കൊടുക്കാതിരുന്നാ പോലെ, അയാൾ എന്തിനാ ഇങ്ങനെ എത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം? കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും പടച്ചവനും തമ്മിലുള്ള പിന്നെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ, അയാളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആരാധനയല്ലേ, ഇബാദത്തല്ലേ. അപ്പൊ അങ്ങനെ ഇത് കൊടുക്കാതിരിക്കാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അയാൾക്ക് പിന്നെ കൊടുക്കണ്ടെന്ന് വെച്ചാൽ പോരെ. അപ്പോ അതൊന്നും ഒരു കാരണമല്ല, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ചെയ്യൂല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇനി അതല്ലെങ്കിൽ മറ്റു വഴികൾ അവർ നോക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വഴികളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവർ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. ഇത് കൊടുക്കുക എന്ന് പറയുന്നത് ന്യായമായ രൂപത്തിൽ ശരിക്ക് വിശ്വാസമുള്ള ഇതൊരു ഇബാദത്താണ് എന്നും റബ്ബന്റെ മേൽ നിർബന്ധമാക്കിയതാണ് എന്നും ബോധ്യമുള്ള ആളുകളാണ് സക്കാത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം വരികയില്ല. മറിച്ച് അവർ സാധാരണ നിലക്ക് മറ്റൊരാളെ സഹായിക്കേണ്ട ഘട്ടം വരുമ്പോൾ അവർ കടം കൊടുത്തേക്കാം, ആ കൊടുത്ത തുകക്ക് അവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ശരിയാണ്. പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും കിട്ടുമെന്ന് ഉറപ്പുള്ള കടമാണെങ്കിൽ കൊടുക്കണമെന്ന അഭിപ്രായക്കാരാണ്. പക്ഷെ
ഒരുപാട് ഈ തെളിവുകൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് അത് കൊടുക്കേണ്ടതില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ഇത്ര ക്ലാരിറ്റിയോട് കൂടി പറയുന്നത്. മാത്രമല്ല അക്കൗണ്ടൻസിൽ അതേ നമുക്ക് സാധിക്കുള്ളൂ. ഒരു കമ്പനി, ആ കമ്പനിക്ക് ഒരുപാട് ആളുകളിൽ നിന്ന് റെസീവബിൾസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഈ കമ്പനി എങ്ങനെയാണ് ഇന്ന റെസീവബിള് അത് കിട്ടുന്ന ഉറപ്പുള്ളതാണ്, ഇന്നത് കിട്ടുന്ന ഉറപ്പുള്ളതല്ല, ഇന്നത് കിട്ടുന്ന ഉറപ്പുള്ളതാണ്. ഒരു മാസം അത് കണക്കാക്കാൻ തന്നെ അവർക്ക് വേണ്ടി വരും. അത് തന്നെ തീരുമെന്ന് അറിയില്ല. അപ്പോ ഇത് പിന്നെ അക്കൗണ്ടിങ്ങിൽ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ഒരു പ്രോപ്പർ ആയിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ റിസീവബിൾസ് അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ പേയബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൊടുക്കാനുള്ള കടം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സക്കാത്ത് കണക്ക് കൂട്ടുന്നതിന് മുൻപ് നിങ്ങളുടെ കടം വീട്ടിയാൽ നിങ്ങൾ സക്കാത്തിനുള്ള ടോട്ടൽ നിങ്ങളുടെ കൈവശമുള്ള തുക കണക്കാക്കുമ്പോൾ ഇവിടെ ആ പൈസ നിങ്ങൾക്ക് കാണൂല കണക്കിൽ. നേരെ മറിച്ച് നിങ്ങൾ കടം വീട്ടുന്നില്ല, സക്കാത്തുനിന്ന് നിങ്ങൾക്ക് അത് ഡിഡക്ട് ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ നടക്കുകയില്ല. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ ശഹ്റു സകാത്തിക്കും ഫമൻ കാന അലൈഹി ദൈനുൻ ഫൽയുഅദ്ദിഹി സുമ്മ ലിയുസക്കി. നിങ്ങളുടെ സക്കാത്ത് നിങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന മാസം ഇതാ വന്നെത്തിയിരിക്കുന്നു. ആർക്കെങ്കിലും കടമുണ്ടെങ്കിൽ ആ കടം വീട്ടുക, ബാക്കിയുള്ള ധനത്തിന്റെ സക്കാത്ത് നിങ്ങൾ കൃത്യമായി അടക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പം സക്കാത്ത് കാൽക്കുലേഷന് മുന്നായിട്ട് നിങ്ങൾ ആ കാൽക്കുലേഷൻ ഡേറ്റ് വന്നെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ പേ ഔട്ട് ചെയ്താൽ ഖലാസ് നിങ്ങളുടെ ഇവിടെ ഉള്ള കാൽക്കുലേഷനിൽ അത് ഇവിടെ ഉണ്ടാവുകയില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ കടം വീട്ടിയിട്ടില്ല എന്നാൽ സക്കാത്ത് നിങ്ങൾക്ക് അത് ഒഴിവാവും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ നടക്കുകയില്ല. വളരെ ക്ലിയർ ആണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇവരുടെയൊക്കെ അഭിപ്രായം നമുക്ക് ലഭിക്കാനുള്ള കടത്തിന് സക്കാത്ത് ബാധകമല്ല എന്നുള്ളതാണ്. ലഭിക്കുന്നത് വരെ അത് ബാധകമല്ല. അതുപോലെ നാട്ടിലെ പ്രോവിഡന്റ് ഫണ്ട് ഒക്കെ പോലെ തന്നെ US 401k അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സംഗതികളുണ്ട്. ഇവിടുത്തെ മനസ്സിലായില്ല. നാട്ടിൽ നമ്മൾ റിട്ടയർമെന്റിന് ശേഷം പ്രൊവിഡന്റ് ഫണ്ട് കിട്ടുന്ന പോലെ ഇവിടെ 401k എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് അടക്കുകയും അത് പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത്തരം സാഹചര്യങ്ങൾ സക്കാത്ത് എങ്ങനെ? അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതെ അതെ, അത് മെയിൻലി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രമേ. അതില് ഗവൺമെന്റ്സ് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും അതിലേക്ക് അടക്കണം എന്ന് പറയുന്ന തുക എത്ര പെർസെന്റേജാ? അതെനിക്ക് തോന്നുന്നു സാലറി ബേസ്. ഞാൻ ക്ലാരിഫൈ ചെയ്തോട്ടെ. ഗവൺമെന്റ് അത് പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനീസ് അവര് നിർബന്ധമായിട്ടും അതിലേക്ക് അടക്കണം എന്ന് പറയുന്നില്ല. അതൊരു പോർഷൻ, ഇൻകത്തിന്റെ ഒരു പോർഷൻ. പ്രൊവിഡന്റ് ഫണ്ടിന് പൊതുവെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാണ്. പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ പൊതുവില് സാധാരണ നിലയ്ക്ക് അതിനൊരു സെർട്ടൈൻ പെർസെന്റേജ് നിർബന്ധമായിട്ടും അതിലേക്ക് അടക്കണം. പിന്നെ നിങ്ങൾക്ക് എത്രയും നിങ്ങൾ ഉദ്ദേശിച്ച തുക നിങ്ങൾക്ക് അതിന്റെ മേലെ നിങ്ങൾക്ക് അതിലേക്ക് അടക്കാം. അങ്ങനെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതെ, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിന് മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഒരു വർഷം മാക്സിമം ഇത്രേ അടക്കാൻ പാടുള്ളൂ. അതിലേക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതല്ല മിനിമം എത്രയും ചെയ്യണമെന്നില്ല. അത് 0 ആണെങ്കിലും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മാക്സിമം ലിമിറ്റ്. അപ്പൊ അത് നിങ്ങളുടെ ബൈ ഇന്റൻഷൻ നിങ്ങൾ അടക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങളുടെ ആസ് യു കീപ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഏത് സമയം അതെ, അതൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ. ഏത് സമയം എടുക്കാൻ പറ്റില്ല. അത് റിട്ടയർമെന്റ് ഏജ് 59.5 വയസ്സായാൽ മാത്രമേ. നിങ്ങള് റിട്ടയർമെന്റ് ഏജ് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അതിന് മുൻപ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നോ കൺഫ്യൂഷൻ, യു ഡോണ്ട് ഹാവ് ടു പേ സക്കാത്ത്. അത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ റിസീവ് ചെയ്യുന്നത് അപ്പോഴാണ് ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിപ്പോ ഇത് എന്തായാലും ഈ ക്യാഷ് വേറെ ആരുടെ കയ്യിലുണ്ടല്ലോ, യു ആർ നോട്ട് റിസീവിങ് ഇറ്റ്. ആ ക്യാഷ് എവിടെയാണോ ശരിക്കും അവിടെ അത് സക്കാത്ത് ബാധകമാകുന്ന അവസ്ഥയിലാണെങ്കിൽ അവിടെ ബാധകമാവും. നിങ്ങൾക്കത് എടുക്കാൻ പറ്റാത്ത തുകയാണ്, നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തിയാലേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മാത്രമേ അതിന് ബാധകമുള്ളൂ. അല്ല, ഇതേ 401k ശരിക്ക് എടുക്കാൻ പറ്റും, പക്ഷെ യു വിൽ ഹാവ് ടു പേ ദ പെനാൽറ്റീസ് ആൻഡ് ടാക്സസ്. അപ്പോ ലെറ്റ്സ് സേ 100k എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ അത് എടുത്തത് അങ്ങോട്ട് തന്നെ വെക്കണം എന്നും നിബന്ധന ഉണ്ടോ? ഇല്ല, അങ്ങനെ നിബന്ധന ഒന്നുമില്ല. നമ്മൾക്കിപ്പോ എനിക്ക് ഇന്ന് തോന്നണം എന്റെ 401k 100k ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ടാക്സസും പെനാൽറ്റിയും കൊടുത്ത് മേ ബി ഐ വിൽ ഗെറ്റ് ലൈക്ക് 50 or 55k. അപ്പോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ 401k. അത് നിങ്ങളാണ് കൂടുതൽ അതിനെ കുറിച്ച് അതായത് നമുക്ക് എപ്പോഴും ഒരു ആക്സസിബിൾ എമൗണ്ട് ആണ്.
ഓക്കെ, സെർട്ടൻ മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുന്നേ നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആസ് എ സേവിങ്സ് എനിക്ക് ഒരു ആവശ്യം വന്നാൽ പോയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സേവിങ്സ് ആയിട്ട് എനിക്ക് കൺസിഡർ, എന്റെ കയ്യിലുള്ള പോലെ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സംഗതി ആണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നതായിരിക്കും സൂക്ഷ്മത. ഇനി അതല്ല, ഞാൻ അത് എനിക്കിപ്പോ എടുക്കാൻ പറ്റാതെ അവരുടെ കയ്യിലാണ്, എനിക്ക് ആ സമയത്ത് ക്ലെയിം ആവുമ്പോൾ മാത്രമേ അത് എന്റെ കയ്യിലേക്ക് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിന് സക്കാത്ത് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ഡിപ്പെൻസ് ആണ്. അത് ഒരു എന്താ പറയാ, ഒരു നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കാതെ മാത്രമേ പറയാൻ കഴിയൂ. നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര വരും എന്നുള്ളത് അനുസരിച്ച് ആ അമൗണ്ടിനായിരിക്കും കൊടുക്കേണ്ടി വരിക അല്ലെ നമ്മുടെ സക്കാത്ത്? അതെ അതെ. കയ്യിൽ എത്ര വരും എന്നുള്ളതല്ല, നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആണ്, നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം. ആ രൂപത്തിലുള്ള ഒരു ഫണ്ടാണെങ്കിൽ നിങ്ങളെ മാത്രമല്ല, ബൈ യുവർ ഇന്റൻഷൻ, അതായത് നിങ്ങൾ ഇത്ര അതിലേക്ക് നിന്നോട്ടെ എന്നുള്ള നിലക്ക് നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ട് ആണ്. അപ്പം ഒരു സേവിങ്സ് ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു, യു ബെറ്റർ പേ. ഇത് ഈ ഫണ്ട് ഗവൺമെന്റ് എന്താ ചെയ്ത്, ഗവൺമെന്റ് വേറെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ആ ഫണ്ട്? അല്ല, ഇത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ആണ്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ വീണ്ടും സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ആണ്, അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഐ മീൻ റിട്ടയർമെന്റ് ഏജിലാണ് പൊതുവെ എടുക്കാൻ പറ്റുന്നത്. പക്ഷെ പേ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ ഫുൾ അമൗണ്ടിൽ മേൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നമ്മൾക്ക് എത്ര കിട്ടാൻ ഈ ഒരു പോയിന്റിൽ കിട്ടാൻ ചാൻസ് ഉള്ള എമൗണ്ട് ആ എമൗണ്ട് മേലെ കൊടുക്കണ്ട. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ ടോപ്പിക്കിൽ ഇനി വേറെ ചോദ്യം ഇല്ലെങ്കിൽ ലാൻഡുമായിട്ട് ലാസ്റ്റ് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് തീർച്ചയായിട്ടും വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ലാൻഡ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിന് 2.5% സക്കാത്ത് കൊടുക്കാൻ കാശ് കയ്യിലില്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ക്യാഷ് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ഫോർ സെയിൽ ഉണ്ട് എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഓൺ ദിസ് ഡേറ്റ് എനിക്ക് സക്കാത്ത് ഇത്ര ബാധകമായിട്ടുണ്ട്, അതിന്റെ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിന്റെ 2.5 എനിക്ക് ബാധകമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ സ്വത്ത് കോരി വെച്ച് പോകും, പക്ഷെ അവർ ഈ സക്കാത്ത് പേ ചെയ്യില്ല. നമ്മുടെ ബാധ്യത എപ്പോഴും നമ്മൾ എഴുതി വെക്കണം. എവറി ഇയർ അത് നമ്മൾ ചെയ്യണം. അപ്പോ നമുക്ക് ഓൾറെഡി ഗൂഗിൾ ഫോം വഴി തന്ന ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ആർക്കെങ്കിലും നേരിട്ട് ചോദിക്കാണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ മുന്നേ ചോദിച്ചോന്നറിയില്ല, നമ്മുടെ ഇപ്പൊ വീടൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂമേ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാന്നാണ് എനിക്ക് മനസ്സിലായത്. ഉപയോഗ വസ്തുക്കൾക്ക് സക്കാത്ത് ഇല്ല. ലൈസ അലൽ മുസ്ലിമി ഫി അബ്ദിഹി വലാ ഫി ഫറസിഹി സദഖ. ഒരു വ്യക്തി അതേപോലെ തന്നെ ലൈസ ഫിൽ അവാമിലി സദഖ. ഇപ്പം ഒരാള് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മെഷീനറീസ്, അതേപോലെ ഉപയോഗ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ഗോൾഡ് സിൽവർ മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. ബാക്കിയുള്ള നമ്മുടെ വസ്ത്രം, വാഹനം, വീട്, മറ്റുള്ള അസെറ്റ്സ്, ഇതിനൊന്നും സക്കാത്ത് ബാധകമല്ല. അതേപോലെ തന്നെ ഫാക്ടറി, മെഷീനറീസ്, നമ്മളുടെ ഇപ്പം ഡെലിവറി വെഹിക്കിൾസ്, അതേപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം നമുക്ക് പിന്നെ അസെറ്റ്സ് ആയിട്ടുണ്ടോ അതിന് സക്കാത്ത് ബാധകമല്ല. നമ്മുടെ ചോദ്യങ്ങൾ തീർന്നു. നമ്മൾ ഈ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്ഥലത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോ അതൊരു സെയിലിന് വേണ്ടിയിട്ട് വെച്ചതല്ല. അപ്പൊ നമ്മള് പലർക്കും പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരാള് നമ്മള് വില കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അതുവരെ നമ്മൾ അതിവിടെ ഒരു സ്ഥലമായിട്ട് വെറുതെ ഇടുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോ എങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവും? ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്ഥലം അയാൾ വിൽക്കാൻ വെച്ചിട്ടില്ല, അയാൾക്ക് അത് വിൽക്കാൻ പ്ലാനും ഇല്ലാന്ന് വിചാരിക്കും. ഓക്കെ, അയാൾ സ്ഥലം കീപ്പ് ചെയ്തു. വില പറയുന്നത് പറഞ്ഞാൽ ഏത് കാര്യത്തിലും സംഭവിക്കുന്നതല്ലേ. അപ്പം അയാൾ അത് വിൽക്കാൻ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അവൈലബിൾ ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ്. അതാണ് നമ്മൾ വിൽക്കപ്പെടാൻ അത് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ല എന്നുള്ളതിന്റെ മാനദണ്ഡം. ഈസ് ഇറ്റ് അവൈലബിൾ ഫോർ ദ സെയിൽ ഇൻ മാർക്കറ്റ്? അപ്പൊ അത് മാർക്കറ്റിൽ ഫോർ സെയിൽ ആണെങ്കിൽ നിങ്ങൾ അതിന് സക്കാത്ത് പേ ചെയ്യണം. അല്ല, നിങ്ങൾ അതിന് പ്രത്യേകിച്ച് നിങ്ങൾ അത് വിൽക്കാനുള്ളതാണെന്ന് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നല്ല വില കിട്ടിയാലേ നമുക്ക് കൊടുക്കാന്ന് ആരോടെങ്കിലും പറയുകയോ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ അത് വിൽക്കാൻ വേണ്ടി വെക്കുകയും ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു അസറ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടതാണ് എങ്കിൽ അതിന് സക്കാത്ത് ബാധകമല്ല. പക്ഷെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യമുണ്ട്. നമുക്കൊരു പ്രോപ്പർട്ടി, ഒരു ലാൻഡ് ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ
അത് കൃഷിക്ക് അനുയോജ്യമായ ലാൻഡ് ആണെങ്കിൽ അവിടെ കൃഷി ചെയ്യാതെ അതിനെ തരിശാക്കി ഇടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് കുറ്റം ലഭിക്കുന്ന കാര്യമാണ്. കാരണം അത് ഒരു നാടിന്റെ ഫുഡ് സെക്യൂരിറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സാധാരണ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു വർഷം കൃഷി ചെയ്യുന്നത് കാണാതെ വന്നപ്പോൾ അദ്ദേഹം അയാളെ സമീപിക്കുകയും അയാളോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാത്തത്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് പ്രായമായി, ഇത്രയും കാലം കൃഷി ചെയ്തു, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധമായും കൃഷി ചെയ്യണമെന്ന് പറയുകയും ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ എന്റെ പിതാവിന്റെ കൂടെ ആ ഭൂമിയിൽ ഇറങ്ങി അവിടെ കൃഷി നടുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ഇസ്ലാമിന് വേറൊരു നിയമം ഉണ്ടായിരുന്നു. അതായത് കൃഷി ഭൂമി ഒരാൾ കൃഷി ചെയ്യാതെ തരിശാക്കി ഇട്ടാൽ 4 വർഷം അയാൾ കൃഷി ചെയ്തില്ലെങ്കിൽ ആ ഭൂമി തന്നെ ഗവൺമെന്റ് ഏറ്റെടുക്കും എന്നുള്ളൊരു നിയമം കൂടി അപ്ലൈ ചെയ്തിരുന്നു. അപ്പം ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള ഫുഡ് സെക്യൂരിറ്റി അവർക്ക് ഇല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ്സ് ഈ ഫാം ലാൻഡ്സ് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അത് അക്വയർ ചെയ്തെടുത്ത് അവിടെ കൃഷി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മളടുത്ത് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണെങ്കിൽ, ഭൂമിയാണെങ്കിൽ, ഒന്നുകിൽ നമ്മൾ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വെറുതെയാണെങ്കിൽ പോലും കൃഷി ചെയ്യാൻ അത് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുക. അത് രണ്ടും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ കൃഷി ചെയ്യുന്നില്ല, മറ്റൊരാൾക്ക് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സൗകര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടതായ ഒരു കാര്യമായി വരും. അത് നമ്മൾ ഏത് ലാൻഡ്സ് ആണെങ്കിലും എങ്ങനെയാണോ അതിനെ ഡെവലപ്പ് ചെയ്യുക, ആ രൂപത്തിലുള്ള ഡെവലപ്മെന്റ്സ് അവിടെ ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഭൂമി എല്ലാ പൈസ ഉള്ളവരൊക്കെ ഭൂമി വാങ്ങിയിട്ടാൽ പിന്നെ ഭൂമിയുടെ ആവശ്യം നമുക്കറിയാം, വേറെ ഭൂമി കൊണ്ടുവരാൻ കഴിയില്ലല്ലോ, ഉള്ളത് എല്ലാവർക്കും എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നിടത്ത് വലിയ രൂപത്തിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാകുകയും ആവശ്യങ്ങൾ നിറവേറാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെറുതെ ഭൂമി വാങ്ങി വെറുതെ ഇടാൻ പാടില്ല, മറിച്ച് അവിടെ നിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ലീസിനോ ബൈ കോൺട്രാക്റ്റോ നിങ്ങൾക്ക് അവർക്ക് നിശ്ചിത സമയം നിശ്ചയിച്ച് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അത് നൽകുക. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ നൽകാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആരും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാവില്ല. പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾ കുറ്റക്കാരനായി തീരും. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വജസാകുമുല്ലാഹു ഖൈറൽ ജസാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വൈകിയ വേളയിൽ നമുക്ക് ക്ലാസ് എടുത്ത നമ്മുടെ ഉസ്താദ് പി അബ്ദുറഹ്മാൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. കൂടെ ഇതേ സമയത്ത് തന്നെ മറ്റു ഗ്രൂപ്പുകളിലും ഇവിടൊക്കെ നമുക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ എത്തിയ എല്ലാ ശ്രോതാക്കൾക്കും അവർക്കും നന്ദി അറിയിക്കുകയാണ്. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ എല്ലാ മാസത്തും ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ എല്ലാ ആഴ്ചയിലും ഖുർആൻ ക്ലാസ് നടത്താറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും രാത്രി നമ്മൾ ഖുർആൻ ക്ലാസ് നടത്താറുണ്ട്. ഈ നോമ്പ് സമയത്ത് ഒരു തറാവി ആ സമയത്ത് ഇശ സമയം ആയതുകൊണ്ട് നമ്മൾ നോമ്പ് കാലത്ത് നിർത്തി വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ വീണ്ടും നമ്മൾ നോമ്പ് റമളാൻ മാസം കഴിഞ്ഞാൽ വീണ്ടും ആരംഭിക്കും. അപ്പോൾ അത് കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. കൂടാതെ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലാസ് ഖുർആൻ ക്ലാസിന്റെ ലിങ്ക് നമുക്ക് ഗ്രൂപ്പിലിടാം. നമുക്ക് ഗ്രൂപ്പിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. നമ്മുടെ ചാറ്റ് ബോക്സ് ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ച് അറിയിക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ഗ്രൂപ്പ് ചാറ്റിൽ ഷെയർ ചെയ്താൽ മതി അജ്മലെ.